ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യയിലെ മെയിൻ താരങ്ങളായിട്ടുള്ള അവിയലും കൂട്ടുകറിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, മുരിങ്ങക്കായ്, ബീൻസ്, പയറ്, പിന്നെ ചെറിയ കഷ്ണം ചേനയും പച്ചക്കായും പടവലവും ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് കുക്കറിൽ ഒരു വിസിലടുപ്പിച്ചെടുക്കണം. കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ. ഇനി അതിലേക്കുള്ള അരപ്പിനായിട്ട് ഒരു കൈപ്പിടി തേങ്ങയും 2 പച്ചമുളകും 2 അല്ലി ചെറിയുള്ളിയാണ് എടുക്കേണ്ടത്. അതിലേക്ക് കുറച്ച് നല്ല ജീരകവും കൂട്ടി മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇത് അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈരും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡിയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡിയാണ്. അപ്പോൾ അത് ഇളക്കുമ്പോൾ ശ്രദ്ധിച്ചിളക്കുക. വല്ലാതെ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ കുഴഞ്ഞു പോവും. അതുകൊണ്ട് ഇത് മെല്ലെ ഇളക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇതാ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ അവിയൽ റെഡിയായി. അപ്പം ഇനി നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു 4 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുള്ള കടലയാണ്. അത് അല്പം ഉപ്പ് ചേർത്തിട്ട് കുക്കറിലൊന്ന് വേവിക്കാൻ വെക്കണം. ഇനി അതിലേക്ക് പച്ചക്കറികളായിട്ട് പച്ചക്കായ, ചേന, ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത്. പച്ചക്കായ തൊലി ഒഴിവാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഇത് വേവിക്കാനായിട്ട് വെക്കണം. ഇപ്പോൾ ഇതാ കടലയും പച്ചക്കായും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 അണി ശർക്കര കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് അരപ്പിനായിട്ട് ഒരു കൈപ്പിടി തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും നല്ല ജീരകവും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഇത് കുറച്ച് വെള്ളത്തിൽ വേണം അരച്ചെടുക്കാൻ. നല്ല ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടുകയും വേണം. തേങ്ങക്കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ വറുത്ത് കൂടി ചേർക്കണം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് വറന്ന് കിട്ടണം. ഇപ്പോൾ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് തേങ്ങ. ഇതുപോലെ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഇത് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡിയാണ്.